ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഹജീവികൾ പലരും കാലാവസ്ഥയുടെ ശക്തമായ പ്രതിസന്ധികളിൽപ്പെട്ട് ഭാരപ്പെടുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവവചനത്തിനായി സ്തോത്രം. ചേർന്ന് പറ, ദൈവവചനത്തിനായി സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം 14-ാമത് വാക്യം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്നൊരു വിഷയമാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇതിന് ഒരു പ്രാക്ടിക്കൽ സൈഡുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്നുള്ള വിഷയത്തിന് ഒരു പ്രാക്ടിക്കൽ സൈഡുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ ആ പ്രാക്ടിക്കൽ സൈഡ് പറയുന്നതിന് മുമ്പ് നമ്മുടെ സമയം കഴിഞ്ഞ ഞായറാഴ്ച അവസാനിച്ചു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രായോഗിക വശം എന്താണ് എന്നൊരു വിഷയമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ ആലോചന നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് ആകമാന വ്യത്യാസമുണ്ടാക്കിയ ഒരു ദൂതാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രായോഗിക തലം. ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ ആധാരമായിട്ട് വായിച്ചത് ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിക്കുകയും കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മളെ നിലനിർത്തുകയും ചെയ്യുന്നു. പൗലോസ് ഒരിക്കൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞത്: ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും. അത് പ്രാക്ടിക്കലാണോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. വളരെ റിലാക്സ് ചെയ്തിരുന്ന് സന്തോഷത്തോടെ ഇരുന്നാൽ മതി, മസിലൊന്നും പിടിക്കരുത്. പൗലോസ് എന്താ പറഞ്ഞത്? ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അത് പ്രായോഗികമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ, ആണല്ലോ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അങ്ങനെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും? അല്ലെങ്കിൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് നമ്മളെ ശക്തീകരിക്കുന്ന സംഗതികൾ എന്താണ്, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതാണ്. യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. അത് പറയുന്നതിന് മുമ്പ് 1 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന് 17-ാമത് വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്. 1 John chapter 4 verse 17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ അവസാന ഭാഗം ഒന്ന് ചേർന്ന് ഒന്ന് പറയണം. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ. അത് സാധ്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എത്ര ജയകരമായിട്ടും എത്ര സന്തോഷകരമായിട്ടുമാണ് ജീവിച്ചത്. യോഹന്നാൻ പറയുന്നു, ഇത് ആരാ എഴുതിയതാരാണ്? യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടക്കുകയും യേശുവിൻ്റെ മാറോട് ചാരുകയും ചെയ്ത ശിഷ്യൻ പറയുകയാണ്, യേശു ഭൂമിയിൽ ഇരുന്ന ഏതാണ്ട് അതുപോലെ എന്നാണോ? ആണോ? ഏകദേശം അതുപോലെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണോ പറഞ്ഞത്? അല്ല. ആ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞ്, അവൻ ഇരുന്നത് പോലെ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശു ഇരുന്നത് പോലെ ഈ ലോകത്തിൽ ഞാനും ഇരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ഞാൻ വലിയ വിഷയമാണ് പറയാൻ വരുന്നത്. എൻ്റെ കൂടെ വന്നാലേ നമ്മൾ ഒന്നിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ വളരെ സാവധാനം ഇത് കേൾക്കണം. ആ വാക്യം ഒന്നുകൂടി പറഞ്ഞേ. യേശു ലോകത്തിൽ ഇരുന്നത് പോലെ ഞാൻ ലോകത്തിൽ ഇരിക്കുന്നു.
അപ്പൊ യേശുവിൻ്റെ ആ 33.5 വർഷത്തെ ജീവിതം ഒരു ജയജീവിതമായിരുന്നു, അല്ലേ? യേശുവിൻ്റെ ജീവിതം ഒരു ജയജീവിതമായിരുന്നു. യേശു നടന്നത് സത്യത്തിലും അല്ലെങ്കിൽ നീതിയിലുമാണ് യേശു നടന്നത്. എന്നാൽ 2 യോഹന്നാന്റെ ലേഖനം എടുത്താട്ടെ. യോഹന്നാന്റെ 2-ാം ലേഖനം ഒരധ്യായമേ ഉള്ളൂ. അതിന് 4-ാമത് വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് പിതാവിങ്കൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അപ്പം യേശു ജീവിച്ചതുപോലെ ജയകരമായ സത്യസന്ധമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്? അവിടെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടുത്തെ മക്കളിൽ ചിലർ. അപ്പൊ ചിലർക്ക് ഇത് പറ്റുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചിലർക്ക് കർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഒരാൾ പറഞ്ഞ് നമുക്ക് ബോധ്യം വരുന്നതല്ല, നമുക്ക് തന്നെ ചിലപ്പോൾ ബോധ്യം വരും. കർത്താവ് പ്രതീക്ഷിച്ച പോലെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇത് നിങ്ങളുടെ എൻ്റെയൊക്കെ ഒരു പരാജയവും ഒരു പരാതിയുമാണ് ദൈവസന്നിധിയിൽ. കണ്ടോ, അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ, അപ്പൊ ചിലര് നടക്കുന്നുണ്ട്, ചിലർക്ക് നടക്കാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, എന്താണ് അല്ലെങ്കിൽ ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം യേശു നയിച്ചതുപോലെ നമുക്ക് നയിക്കാൻ കഴിയുന്നത്? സ്തോത്രം. അതിന് നമ്മളെ സാധ്യമാക്കുന്ന ഒരാളെ ഉള്ളൂ, ഒരാൾക്കേ അതിന് കഴിയൂ. അത് പരിശുദ്ധാത്മാവാണ്. ആർക്കാണ്? പരിശുദ്ധാത്മാവാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ചിന്ത ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ആഴത്തിൽ എഴുതിയിടണം. പരിശുദ്ധാത്മാവിന് മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സഹായിക്കാൻ പറ്റത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം എഫേസ് ലേഖനം 4-ാമത്തെ അധ്യായം അതിന് 30-ാമത് വാക്യം വായിച്ചേ. എഫേഷ്യൻസ് ചാപ്റ്റർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ. ഇനി യോഹന്നാന്റെ സുവിശേഷം 14:16. ഇനി 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. 2 യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചത് അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ. അപ്പൊ ചിലർക്ക് ഇത് പറ്റുന്നില്ല. യേശു പറയുകയാണ്, ഞാൻ ജീവിച്ചതുപോലെ സത്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജയകരമായി ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ലോകത്തിൽ ഒരാൾക്കേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. അതാരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനി മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമുക്ക് പലപ്പോഴും ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ മാത്രമേ അറിയാവൂ. സത്യത്തിൽ പഴയ നിയമത്തിൽ കൂടുതലും പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ കൂടുതൽ റിവീലായത് ശക്തിയായിട്ടാണ്. ആരാണ്? ശക്തിയായിട്ട്. അതുകൊണ്ടാണ് ശിംശോന്റെ മേൽ ശക്തിയോടെ വന്നു, മോശയുടെ മേൽ ശക്തിയോടെ വന്നു എന്നൊക്കെ എഴുതിയേക്കുന്നത്. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 4:30 വായിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ആത്മാവിന് ഫീലിങ്സ് ഉണ്ടോ? ഉണ്ട്. ആമേൻ. അടുത്തത്, അവനാലല്ലോ എന്ന് പറഞ്ഞേ. അത് എന്നല്ല, അവൻ. ഓർക്കണം, പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ദൈവമക്കൾ ഓർക്കണം, കർത്താവേ പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേൽ തരണമേ. ശരിയാണ്, അതൊരു ഭാഗം ശരിയാണ്. പക്ഷെ ഓർക്കണം, പരിശുദ്ധാത്മാവ് 24 മണിക്കൂറും നമ്മളോട് കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട
സ്ഥാനപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ, പരിശുദ്ധാത്മാവിനെ പിണക്കിയിട്ട് ഒരു വിജയ ജീവിതത്തിന് നമുക്കൊരിക്കലും സാധ്യമല്ല. ഇത് ഹൃദയത്തിനകത്തേക്ക് നമ്മളൊന്ന് എഴുതണം. കർത്താവിനെ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണോ? നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ എഞ്ചിനില്ലാതെ കടലിനകത്ത് അലയുന്ന ഒരു കപ്പൽ പോലെയായിരിക്കും. ആ കപ്പലിന് രാജ്യങ്ങൾ സഞ്ചരിക്കാൻ കഴിയും, എത്രയോ പോർട്ടുകൾ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തില്ല? എഞ്ചിനില്ല. ദൈവമക്കളെ, യേശു പറഞ്ഞു കേട്ടോ, അവൻ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഒരിക്കൽ കൂടെ പറയാം, ഒരിക്കൽ കൂടെ ഞാൻ ക്ലിയർ ആക്കി പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയായിട്ടാണെങ്കിലും അവനൊരു ശക്തിയല്ല, അവനൊരു വ്യക്തിയാണ്. ഒന്നുകൂടെ പറയാം, ഒന്ന് ചേർന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഫീലിങ്സ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ്. അപ്പൊ സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം നമ്മിലേക്ക് അയച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണെന്നറിയാവോ? അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും, ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെയും എല്ലാ ജീവിതത്തിലെ സക്സസിനും കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ്. ആമേൻ. നിങ്ങൾ പരിശുദ്ധാത്മാവോടൊന്ന് സഹകരിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ ഗൂഗിളിൽ നിന്ന് കേട്ടതോ യൂട്യൂബിൽ നിന്ന് കേട്ടതോ ഒന്നുമല്ല. ഞാൻ എന്താണ് അനുഭവിച്ചെന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വന്നത്, അതാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവായിട്ട് ഒരാൾ, അതായത് ഈ വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പറ്റുമോ? കാരണം പരിശുദ്ധ ആത്മാവ് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഓർക്കണം, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ആ പരിശുദ്ധാത്മാവോടൊന്ന് സഹകരിച്ച് നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും, എല്ലാ ഉയർച്ചയ്ക്കും, എല്ലാ ജയത്തിനും കാരണക്കാരൻ നിങ്ങളും ഞാനും അറിയാതെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഹോളി സ്പിരിറ്റാണ്. ആ ശക്തിയുമായിട്ട് ഒരാൾ എന്തുമാത്രം സഹകരിക്കുന്നോ ആ സഹകരണമാണ് സത്യത്തിലുള്ള എല്ലാ നടപ്പിനും കാരണം. ഇത് ഹൃദയത്തിൻ്റെ, നിങ്ങൾ എന്ത് മറന്നാലും ഇന്നത്തെ ഈ ദൂത് മറക്കരുത്. നിങ്ങളുടെ ഇതിനകത്തിരിക്കുന്ന പലരുടെയും ജീവിതം മാറി മറിയാൻ പോകുന്നൊരു ദൂത എനിക്ക് വളരെ കാര്യമായിട്ടറിയാം. സ്തോത്രം. ദൈവമക്കളെ, ഈ ബന്ധമുണ്ടല്ലോ ഒരു ഷോർട്ട് ടൈം റിലേഷൻഷിപ്പ് അല്ല. ഒന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവായിട്ടുള്ള ഈ ബന്ധം ഒരു താൽക്കാലിക ബന്ധമല്ല. ചിലരെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും, ഇയാൾ ഞാനന്ന് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഏതാ 3 വർഷമോ 4 വർഷമോ എൻ്റെ റൂംമേറ്റായിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇപ്പം ആ ബന്ധം ഇല്ല. ഓർക്കണം, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മളറിയാതെ, ദൈവമക്കളെ, നിങ്ങൾ പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങളറിയാതെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മളത് അറിയുന്നില്ല, സത്യമാണ്. പക്ഷേ അവൻ വരുമ്പോൾ ഇതൊരു ശക്തിയല്ല കേട്ടോ, ഇതൊരു വ്യക്തിയാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറണം. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ്. നിങ്ങളറിയാതെ നിങ്ങളെ സക്സസ്സിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭയങ്കര പവറാണ് ഹോളി സ്പിരിറ്റ്. ചിലരിതറിയുന്നു, ചിലരിതറിയുന്നില്ല. ഇന്നു മുതൽ നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. വരുന്ന ഞായറാഴ്ചക്കകത്ത് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. കാരണം എന്നെ നടത്തുന്നത് ഞാനല്ല, എന്നെ കൊണ്ടുപോകുന്നത് ഞാനല്ല, എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതൊരു പവറല്ല കേട്ടോ. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ചിലപ്പോൾ പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും. പക്ഷേ ഈ വ്യക്തി എന്നുള്ള നിലയിൽ നാം അതിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അറിയണമെന്നില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ ബന്ധം ഒരു താൽക്കാലിക ബന്ധമല്ല. എഫേസർ 1:14 വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാ. എങ്ങനെയാ? ഇതൊരു ഷോർട്ട് ടൈം ബന്ധമല്ലെന്ന് പറയാൻ കാര്യം എന്നാണെന്ന് അറിയാമോ? ഒരു വാക്യം ഒന്ന് വായിച്ചു, 4:30 നമ്മൾ നേരത്തെ വായിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, എഫേസൻസ് 4:30, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ്. നമുക്കൊരു വീണ്ടെടുപ്പ് വരാൻ പോവുക, അതാണ് കർത്താവിന്റെ വരവ്, അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, നമ്മുടെ ഉടമ്പടി ഒരു ഷോർട്ട് ടൈം ആണോ? ഒരു താൽക്കാലിക ഉടമ്പടിയാണോ? അല്ല. എപ്പം വരെയാ?
ഒന്നുകിൽ എൻ്റെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ഈ ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉള്ള ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ് പരിശുദ്ധാത്മാവുമായിട്ട്. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളറിയാതെ ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നിങ്ങളുടെ അടുത്തുണ്ട്. ഇന്നു മുതൽ നിങ്ങളത് അത് 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 തിരിച്ചറിയാൻ തുടങ്ങണം. ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു വ്യക്തിയാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന, നിങ്ങളറിയാതെ ഞാനറിയാതെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ കൂടെ നടന്ന് എന്താണ് ചെയ്യുക? അല്ലേ, ഇപ്പം യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും എങ്ങനെ? വഴിയെടുത്തിന് താറാവിനെ കൊണ്ടുപോകുന്നുവല്ലോ. എന്താണ് സത്യത്തിൽ ആത്മാവ് ചെയ്യുന്നത്? വായിച്ചോ, എഫേസ്യ ലേഖനം തന്നെ അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ച്. നിങ്ങൾ ഈ വാക്യം എടുക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും വാക്യം എടുക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്യമാണ്. അവരുടെ ഇടയിൽ ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രേരക ശക്തി എന്താണ്? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? പ്രേരിപ്പിക്കുന്ന എന്താണ്? അതാണ് മേളി വായിച്ചത്. എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും, ഇതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആധാരം. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ, നമ്മുടെ ചില മോഹങ്ങൾ. ഇതൊന്നുമില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആഗ്രഹം കാണോ? നമ്മളെ നാളെ ഇന്ന് ജീവിച്ചിരിക്കണം എന്ന്, അല്ലെങ്കിൽ നാളെ എനിക്ക് ജീവിക്കണം എന്ന് 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 നമുക്ക് ഒരു ആഗ്രഹം തോന്നാൻ കാര്യം എന്താ? നമ്മുടെ ഹൃദയത്തിനകത്ത് കുറേ, അല്ലെങ്കിൽ അതിങ്ങനെ പറയാം, സ്വപ്നങ്ങൾ, അല്ലേ അല്ലേ, പ്രതീക്ഷകൾ. അത് തന്നെയല്ല അത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തും കൊണ്ട് അടുത്തത് അതിന് 2 വായിച്ച 2 അവയിൽ ശ്രദ്ധിച്ചേ, ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയുടെ മേൽ 3 താല്പര്യങ്ങൾ ഉണ്ടാകും. 1 മനുഷ്യന്റെ ഇഷ്ടം, ഒന്ന് പറഞ്ഞേ. 2 പിശാചിന്റെ ഇഷ്ടം, ഒന്ന് പറഞ്ഞേ. 3 ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ നോർമലി ഒരു മനുഷ്യന് ആഗ്രഹങ്ങളില്ലേ, ഇല്ലേ, താല്പര്യങ്ങളില്ലേ? ഈ സാത്താൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? മനുഷ്യന്റെ ഈ ആഗ്രഹങ്ങളെ സാത്താൻ സ്വാധീനിക്കും. എന്തോ ചെയ്യും? സാത്താൻ സ്വാധീനിക്കും. അതാണ് അതിന് 2 വായിച്ചത്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ വികാരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, കോപം തെറ്റാണോ? ആണോ? ദേഷ്യം തെറ്റാണോ? ആണോ? ദേഷ്യം ഒരു ഫീലിംഗ് ആണ്, അല്ലേ? മനുഷ്യന്റെ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ഫീലാണ് ദേഷ്യം, അല്ലേ? ദേഷ്യം തെറ്റാണെങ്കിൽ സന്തോഷവും തെറ്റാണ്, അല്ലേ? ഇത് രണ്ടും ഒരു ഫീലിംഗ് അല്ലേ? പക്ഷെ കോപിച്ചാൽ എന്ത് ചെയ്യരുത്? അപ്പൊ ഈ ദേഷ്യത്തെ സാത്താൻ എന്ത് ചെയ്യും? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമ്മുടെ ഹൃദയത്തിലെ ഫീലിങ്സിനെ ആര് സ്വാധീനിക്കും? അത് സന്തോഷമാണെങ്കിൽ ഓവറായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ താണ്ട കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ മനോവികാരങ്ങളെ, അതാണ് ഈ വികാരം എന്ന് എഴുതിയേക്കുന്നത്, ഫീലിങ്സ്, അല്ലേ? നമ്മുടെ വികാരങ്ങളെ ആര് സ്വാധീനിക്കും? അത് തെറ്റായിട്ടാണെങ്കിലും. അത് ഞാൻ ചോദിക്കട്ടെ, ഒരാളെ വെറുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലൊരു ഫീൽ ഉണ്ടാകത്തില്ലേ? ഇല്ലേ? ഇപ്പം ഞാനും ടോണിയും തമ്മിൽ നല്ല സ്നേഹമാണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ ഒരു 5 തവണ ടോണിയെ ഫോൺ ചെയ്യണമെന്നിരിക്കട്ടെ. എത്ര തവണ വിളിച്ചു? 5 തവണ. തിരിച്ചെന്നെ വിളിക്കേണ്ട ഒരു മര്യാദ വിളിക്കില്ലേ? ടോണി മുടിയൊക്കെ വെട്ടിയോ? അടിപൊളിയായല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചേ, 5 തവണ ഞാൻ വിളിക്കുമ്പം തിരിച്ചു വിളിക്കേണ്ട ഒരു മര്യാദ വിളിക്കില്ലേ? ഇല്ലേ? ഉണ്ട്. പുള്ളി ചിലപ്പോൾ കണ്ടു കാണത്തില്ല. അപ്പം ഒരു 2 മണിക്കൂർ കഴിയുന്ന സമയം മുതൽ എൻ്റെ മനസ്സിലെ എൻ്റെ വികാരത്തെ ടോണി എന്താ തിരിച്ചു വിളിക്കാത്തത്? അത് തെറ്റല്ല. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ വികാരത്തെ ആര് സ്വാധീനിക്കുമെന്ന് അറിയാവോ?
ഇതിനെ ഞാൻ ജയിച്ചില്ലെങ്കിൽ ആര് സ്വാധീനിക്കും? സാത്താൻ സ്വാധീനിച്ചിട്ട് പറയും, ഇത് ശരിയല്ല. ഒരു പാസ്റ്ററായ താങ്കൾ 5 തവണ വിളിക്കുമ്പോൾ വിശ്വാസി എടുത്തില്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടോ? പുള്ളി ഇത് അറിഞ്ഞിട്ടേ ഇല്ല. പുള്ളി ഒരു പക്ഷെ ഉറക്കമായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ സൈലന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഈ വികാരത്തെ ആര് സ്വാധീനിച്ചു? സാത്താൻ സ്വാധീനിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അത് എന്തു ആയിക്കൊള്ളട്ടെ, ദൈവഗത പ്രകാരമുള്ള ഒരു സ്നേഹം, ഒരിഷ്ടം തോന്നുന്നതിന് മുമ്പ് എൻ്റെ വികാരത്തെ, എല്ലാ സ്നേഹത്തിനും ഒരു ബൗണ്ടറി ഉണ്ടല്ലേ, എല്ലാ സ്നേഹത്തിനും വരുമ്പോൾ ആ ബൗണ്ടറി കടക്കുന്നതിന് മുമ്പ് എൻ്റെ വികാരത്തെ ആര് സ്വാധീനിക്കും? എൻ്റെ ഇഷ്ടം തെറ്റല്ല, പക്ഷെ എൻ്റെ ഇഷ്ടങ്ങളെ ആര് സ്വാധീനിക്കാതിരിക്കാൻ സാധിക്കണം. അപ്പം സാത്താൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? സാത്താൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മളുടെ എല്ലാ വികാരങ്ങളെയും ആര് സ്വാധീനിക്കും? നിങ്ങളുടെ മനസ്സിൽ വികാരമില്ലാത്ത ഒരു തെറ്റും നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ മനുഷ്യൻ അങ്ങനെ സൃഷ്ടിച്ചേക്കുന്നത്. പണ്ട് ഒരു വീട്ടിൽ ഭയങ്കര വഴക്ക്. അപ്പം ഈ സാത്താൻ ഇങ്ങനെ കുട്ടിപ്പിശാച വീടിൻ്റെ സൈഡിൽ കൂടെ വരിക. അപ്പം ഒരു ഇലസ്ട്രേഷനാണേ, ഒരു ഭാവനയാണ്. അപ്പം കർത്താവ് ചോദിച്ചു, എടാ അവിടെ ഭയങ്കര വഴക്കാ, നീ വല്ലതും ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ലെന്ന്. അപ്പം കർത്താവ് ഏഞ്ചൽ ദൂരം ചോദിച്ചു, നീ ഒന്നും ചെയ്യാതെ ആ വീട്ടിൽ ഇത്രയും വലിയ വഴക്ക്? അവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക. അപ്പം ഈ കുട്ടിപ്പിശാച് പറയാ, ദൂത, ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ ഇരുന്ന് ഒരു കുറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കുഴിച്ചിട്ടു. എന്താ പുള്ളി ചെയ്തേ? അവിടെ കിടന്നൊരു കുറ്റി അവിടെ നിന്ന് പൊക്കിയെടുത്ത് മാറ്റി കുഴിച്ചിട്ടു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ കുറ്റിയിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ആ കുറ്റിയിൽ പക്ഷെ പിന്നീടാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഊരിയ സമയത്താണ് അവിടുത്തെ അമ്മ ഈ പശുവിനെ കറക്കാൻ വേണ്ടി പശുവിൻ്റെ അകിടയിൽ പിടിച്ചത്. അപ്പം ഞാൻ ഊരിയപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് ഊരിയപ്പം ഈ പശു അമ്മാമ്മയും വലിച്ചുകൊണ്ട് ഓടി. ഇത് കണ്ടപ്പം ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് വലിയ വഴക്ക്. വിശേഷം ആകെ എന്താ ചെയ്തേ? ഇവിടെ കിടന്നൊരു കുറ്റിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി കുഴിച്ചിട്ട്. പക്ഷെ അവിടെ നടന്ന പുകിലെന്താ? വീട്ടിൽ ഭയങ്കര വഴക്ക്. ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ, സാത്താൻ ഒരാളുടെ അകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എല്ലാ വികാരങ്ങളെയും അവൻ സ്വാധീനിക്കും. ഇത് ഫണ്ടമെന്റലായി ഇത് മനസ്സിലായാലേ നമുക്ക് ഹോളി സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ കർത്താവ് എന്താ ചെയ്യണമെന്ന് അറിയാമോ? കർത്താവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കും. ഇതൊരു സ്പിരിറ്റ് ആണല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ആ ടോണിയോട് ഒരു നെഗറ്റീവ് ഒരു തോട്ട് ഉണ്ടാകുമ്പം എൻ്റെ അടുത്തിരിക്കുന്ന ജയക്കത് മനസ്സിലാവോ? ഇല്ല, മനസ്സിലാവില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്താണ്? ടോണി 5 തവണ വിളിച്ചിട്ടും എടുത്തില്ല, ഇനി അവനെന്നെ തിരിച്ച് വിളിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം, ഞാൻ മനഃപൂർവ്വം ഞാൻ കട്ട് ചെയ്തുകളെ, മനഃപൂർവ്വം സൈലന്റ് ഇടുക. ഏതാ ഞാൻ ജയോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ വികാരത്തെ ആര് സ്വാധീനിക്കുന്നു? സാത്താൻ സ്വാധീനിക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ്, കർത്താവ് എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആ വികാരത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. വായിച്ചോ എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 2-ാമത് വാക്യം. അതൊരു ആത്മാവാണ്. പൗലോസ് പറഞ്ഞു കേട്ടോ. അങ്ങനെ നിങ്ങളുടെ വികാരങ്ങളിൽ നിങ്ങൾ തകർന്നു പോകുന്നെങ്കിൽ ഓർക്കണം, അതെന്തിന്റെ സ്വാധീനമാ? ആ ആളെ നമുക്ക് കാണാൻ പറ്റുമോ? ദൈവമക്കളെ, സാത്താൻ ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ്. എന്നോട് ഉണ്ടോ നിങ്ങൾ? ഒരു വ്യക്തിയെപ്പോലെ. വ്യക്തി എന്ന് പറയുമ്പം സാത്താന് ശരീരമില്ല. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? സാത്താൻ എന്നെ പോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ. അപ്പം പക്ഷേ ഒരു വ്യക്തിയാണ്. വ്യക്തിക്കുള്ള എല്ലാം എന്തുണ്ട്? ആർക്കുണ്ട്? പക്ഷേ ഈ ആള് നമ്മുടെ കൂടെ എപ്പോഴും നടക്കാൻ സാത്താൻ ആഗ്രഹിക്കുക. പക്ഷെ പുള്ളിയെ കാണാൻ പറ്റുമോ? ഇല്ല. കർത്താവ് എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ വികാരങ്ങളെ, പൗലോസ് പറയാം, നിങ്ങൾ മുമ്പേ നിങ്ങളുടെ വികാരങ്ങളിൽ നിങ്ങളുടെ ഫീലിങ്സിനെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ എല്ലാ ചിന്തകളെയും സ്വാധീനിക്കുന്ന ഈ ആത്മാവിന്റെ കീഴിലായിരുന്നു നിങ്ങൾ നേരത്തെ. പക്ഷെ ഇപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് അവൻ നിങ്ങളെ സകല സത്യത്തിലും. അപ്പൊ എൻ്റെ ചോദ്യം, അപ്പൊ നമുക്ക് ഒരു തെറ്റും പറ്റിയല്ലേ പാസ്റ്ററെ? അല്ല, നമ്മളെ ആര് വഴി നടത്തുക? പരിശുദ്ധാത്മാവ്
അപ്പം നമുക്ക് ഒരു തെറ്റും പറ്റത്തില്ലേ? വായിച്ചോ, 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങളെന്ന് വായിച്ചേ. നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഭയങ്കര ഡൈനാമിക് പവറായി മാറും. ദൈവത്തിൻ്റെ ഇഷ്ടമോ, ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധി തന്നെ എന്നാണോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമ്മളാണെങ്കിൽ എന്ത് പറയും? എൻ്റെ ആഗ്രഹം നീ എപ്പോഴും ക്ലീനായിട്ടിരിക്കുന്നതാ, അല്ലേ? അല്ലേ? നിങ്ങളുടെ സഹോദരന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കിച്ചണിലിരിക്കുന്ന പാത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ ചിന്ത എന്താ? പാത്രം എപ്പോഴും ക്ലീനായിരിക്കണം. പക്ഷെ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ഇഷ്ടമോ എപ്പോഴും ആ പാത്രം കഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അത്രേ. എന്താ വ്യത്യാസം? എന്താ കർത്താവ് ശരിക്കും പറയേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധി തന്നെ, അങ്ങനെയല്ലേ പറയേണ്ടത്? പക്ഷെ കർത്താവിനറിയാം നമ്മളെ കൊണ്ടത് പറ്റിയല്ല. നോട്ടത്തിൽ, ചിന്തയിൽ, സംസാരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ വികാരങ്ങളെ ചിലപ്പോൾ ആര് സ്വാധീനിക്കും. പക്ഷെ പേടിക്കണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ, എന്താ വ്യത്യാസം പറഞ്ഞു മനസ്സിലായില്ലേ? എൻ്റെ ആഗ്രഹം എപ്പോഴും ഈ പാത്രം ക്ലീൻ ആയിരിക്കണമെന്നാ. പക്ഷെ കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ പാത്രത്തെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണമെന്നാ. ഇത് രണ്ടിൻ്റെ എഫക്റ്റ് ഒന്ന് തന്നെയല്ലേ? അല്ലേ? കഴുകപ്പെടാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ അകത്ത് പറ്റുന്ന അശുദ്ധിയെക്കുറിച്ച് ഞാൻ എന്തിനു വ്യാകുലപ്പെടണം? ആമേൻ. അതിൻ്റെ അർത്ഥം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണിതെന്നല്ല. ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ ബൈബിൾ പറഞ്ഞത് കേട്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അടുത്തത്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് വികാരം, ശ്രദ്ധിച്ചോ, ഫീലിങ്സ്. അത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത്ര ശരിയല്ല. നിങ്ങളുടെ വികാരത്തിൻ്റെ മോഹം എന്നാണ് ശരിക്കും. അപ്പം നിങ്ങളുടെ ജാതികളെ പോലെ വികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും എന്ന് വെച്ചാൽ അവനവൻ നന്നായാൽ അവനവന് കൊള്ളാം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കണ്ടോ, ബൈബിൾ പറഞ്ഞു കേട്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത, അപ്പം നിങ്ങൾ പണ്ട് ജീവിച്ചുകൊണ്ടിരുന്നത് എവിടായിരുന്നു? നിങ്ങളുടെ ഫീലിങ്സിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഫീലിങ്സിനെ സ്വാധീനിച്ചതാരായിരുന്നു? സാത്താൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പണ്ട് അങ്ങ് വെള്ളം അടിക്കാൻ തോന്നിയാൽ, മദ്യപിക്കാൻ തോന്നിയാൽ അങ്ങ് പോവുക. പക്ഷെ ഇപ്പോഴോ മദ്യപിക്കാൻ തോന്നുകയില്ല, അത് വേറെ കാര്യം. ഇനി അഥവാ തോന്നിയാൽ വേറെ ഒരാൾ ബ്ലോക്ക് ചെയ്യും. ആ വികാരത്തെ ആര് സ്വാധീനിക്കും? പണ്ട് ഒന്ന് സിഗരറ്റ് വലിക്കാൻ തോന്നിയാൽ ഒന്നുമില്ല, നമ്മളങ്ങ് വലിക്കുക. പക്ഷെ ഇപ്പം നടക്കത്തില്ല. ഇപ്പം അങ്ങനെ ചിന്ത ഇപ്പം വരികയില്ല. ഇനി അഥവാ വന്നാൽ ആ വികാരത്തെ ആര് സ്വാധീനിക്കും? ഇവിടെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. കാരണം നിങ്ങൾ ഇപ്പം ജീവിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളിലല്ല. പിന്നെ അടുത്തത്, വിശുദ്ധീകരണത്തിലും മാനത്തിലും എന്ന് പറഞ്ഞാൽ മാന്യത എന്നാണ് കേട്ടോ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. വിശുദ്ധീകരണത്തിലും മാന്യതയിലും താന്താൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥ ഗ്രീക്കിൽ എഴുതിയേക്കുന്നത് താന്താൻ്റെ ശരീരത്തെ എന്നാണ്. എന്ന് വെച്ചാൽ അവനവൻ ശുദ്ധീകരിക്കുന്നത് അവനവൻ ഏറെ നല്ലതാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്നെ ശുദ്ധീകരിക്കാനോ എനിക്ക് നിങ്ങളെ ശുദ്ധീകരിക്കാനോ കഴിയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ശുദ്ധീകരണത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താലേ അതുകൊണ്ട് കാര്യമുള്ളൂ. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഫീലിങ്സ് ഉണ്ട്, പക്ഷെ കാണാൻ കഴിയില്ല. ഇതുപോലെ നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. അതൊരു വ്യക്തി പോലെയാണ്, അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്കും വിജയത്തിനും കാരണക്കാരനാരാണെന്നറിയാമോ? ആരാ? പരിശുദ്ധാത്മാവ്. ഇനിയാണ് പ്രധാനപ്പെട്ട ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എത്ര കാര്യങ്ങളാ? 4. 1, എഫേസ്യൻസ് 4:30. ഈ കൂടെ നടക്കുന്ന ഈ ആളെ പിണങ്ങാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ 1 ശ്രദ്ധിച്ചോ. 4:30 എഫേസ്യൻസ് 1. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളുടെ കൂടെ വിസിബിൾ ആയിട്ടല്ല, കാണാൻ കഴിയാത്ത നിലയിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിന് ഫീലിങ്സ് ഉണ്ട്. കാണാൻ കഴിയില്ല, പക്ഷെ ആ ശക്തിക്കെന്നുണ്ട്, ആ വ്യക്തിക്കെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിജയകരമായൊരു ജീവിതം വേണോ? നിങ്ങളുടെ കൂടെ, നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്?
ദുഃഖിപ്പിക്കരുത്. എങ്ങനെയാ ദുഃഖിപ്പിക്കുന്നത്? 25-ാമത്തെ വാക്യം മുതൽ 31 വരെ വായിച്ചോ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്താണ്? വായിച്ചോ. പോഷ്ക്ക് ഒന്ന് നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? പോഷ്ക്ക് പറയുമ്പോൾ ഞാൻ ഇന്നലെ ചിന്തിച്ചു, നമ്മളെ ഈ വെറുതെയൊക്കെ കള്ളം പറയും. ഏതാ ഒരാവശ്യമുള്ളതുകൊണ്ടല്ല, ചുമ്മാതെ കള്ളം പറയും. ദൈവമക്കളെ, നമ്മുടെ കൂടെ നടക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാമെന്ന് ഞാനോ നിങ്ങളോ കരുതണ്ട. നമ്മുടെ എല്ലാ വിജയത്തിനും കാരണം നമ്മൾ കാണാതെ നമ്മുടെ കൂടെ നടക്കുന്ന ഹോളി സ്പിരിറ്റാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് നമ്മൾ പോഷ്ക്ക് പറയുമ്പോഴാണ്. അടുത്തത് 26-ാമത് വാക്യം വായിച്ചേ. ആ പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന കോപം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, എന്തോ സംസാരമുണ്ട്, എനിക്ക് പെട്ടെന്ന് കോപം വന്നു. ഞാൻ എന്തെന്നറിയാമോ? അവിടെ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് ദേഷ്യം വരും. അത് ഓക്കെ. പക്ഷെ ആ ദേഷ്യം എന്ത് ചെയ്യരുത്? പാപത്തിലേക്ക് പോകുന്ന വാക്കുകളിലേക്കോ പ്രവൃത്തിയിലോട്ടോ പോകരുത്. അടുത്തത് ഒന്ന് കള്ളം പറയുക. 2, പാപത്തിലേക്ക് നയിക്കുന്ന കോപം വരിക. ഇനി 29. ആ 3, ദുഷിച്ച വാക്കുകൾ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മോശം വാക്കുകൾ പറയുമ്പം നമ്മുടെ കൂടെ നടക്കുന്ന ആത്മാവ് എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു. ഇനി അതിന്റെ 31-ാമത് വാക്യം. അഡിക്ഷൻസ്. ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ അഡിക്റ്റഡ് ആണോ? ആര് ദുഃഖിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പാപങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? വായിലൂടെയാണ്, നമ്മുടെ നാവിലൂടെയാണ്. നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം കിടക്കുന്നത് നമ്മുടെ നാവിലാണ്. എന്താണെന്നറിയാമോ? അതിൻ്റെ 23-ാമത് വാക്യം വായിച്ചേ. നിങ്ങളുടെ ഉള്ളിലെ അപ്പൊ ഉള്ളിൽ ആരുണ്ട്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഉള്ളിൽ ആരുണ്ട്? ആത്മാവുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് സൂസൻ ആന്റിക്ക് അറിയാവുന്നിരിക്കട്ടെ. ഞാനൊരു ദൈവവേദലാണ് എന്നാണ് സൂസൻ ആന്റിയുടെ വിചാരം. അപ്പൊ എൻ്റെ കത്താരുണ്ട്? എൻ്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് ദുഃഖം ഉണ്ടാകുന്നത് എങ്ങനെയെന്നറിയാമോ? ഞാൻ മോശം വാക്ക് പറയുമ്പോൾ ആൻറ്റി വിചാരിക്കടാ അകത്താരുണ്ടെന്നാ പറഞ്ഞേ, പക്ഷെ പുറത്തെന്തേ വരുന്നേ? അപ്പൊ ശരിക്കും ആരെയാ കുറ്റം പറയുന്നേ? അതല്ലേ പറയുന്നത്. ചിലരത് നെഗറ്റീവായി പോണെന്നറിയോ? ഇതിലൊന്നും ഒരു കാര്യമില്ല പാസ്റ്ററേ. കാര്യം പുള്ളി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെയൊക്കെ. നമ്മുടെ കൂടെ നടക്കുന്ന ആത്മാവിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. ദൈവമക്കളെ, ജീവിതത്തിൽ സക്സസ് ആകും എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരു വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് ലേഖനം 4:14 വായിച്ചേ. 1 പത്രോസ് 4:14. 1 പത്രോസ് 4:14 വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്യം. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്തത്, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളെ എത്ര നിന്ദിച്ചാലും മിണ്ടാൻ പോകരുത്. കാരണം നിങ്ങളുടെ അകത്തൊരാത്മാവ് വസിക്കുന്നുണ്ട്. അവനെ വിചാരിക്കുമ്പോൾ നീ വായി തുറക്കരുത്. ആമേൻ. ദൈവമക്കളെ, ആത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്നാകാം എന്ന് ഞാനോ നിങ്ങളോ വ്യാമോഹിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിച്ചോണം. വേറെ ഒരു നിവർത്തിയില്ല. ആത്മാവ് നമ്മളെ നടത്തണോ? സഹിക്കാതെ നോ അതർ ഓപ്ഷൻസ്. വേറെ വഴിയില്ല. നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങളത് ഭാഗ്യമായിട്ട് എടുക്കണം. കാര്യം എന്താണ്? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ എന്നെ നിന്ദിക്കുമ്പോൾ ഞാൻ തിരിച്ചു നിന്ദിച്ച കുഴപ്പമെന്നറിയാമോ? ഇത് ആരുടെ പേർക്കാ ഈ പേര് ദോഷം പോകുന്നേ? അപ്പൊ നാട്ടുകാർ പറയാൻ തുടങ്ങി, പാസ്റ്റാന്ന് പറഞ്ഞ് നടക്കുക, എന്തൊക്കെന്ന് പറഞ്ഞ് നടക്കുക. അതല്ലയോ ഈ കാലത്ത് സംഭവിക്കുന്നത്? കുറ്റം ആർക്കാ? പറഞ്ഞതാരാ? നമ്മള്. കുറ്റം പോയതാർക്കാ? ദൈവമക്കളെ, ആത്മാവ് ദുഃഖിക്കുകയാണ്. നമ്മുടെ സംസാരത്തിലൂടെയോ നമ്മുടെ പ്രവൃത്തിയിലൂടെയോ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആത്മാവ് ദുഃഖിക്കാൻ ഇടവരരുത്. ആത്മാവ് ദുഃഖിച്ചാൽ അത് എനിക്കോ നിങ്ങൾക്കോ
നല്ലതല്ല. വായിച്ചോ ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട വാക്യം, 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3 മുതൽ 7 വരെ. നാമല്ലോ പരിച്ഛേദനക്കാർ ഇത് രണ്ടും കൂടി എങ്ങനെ നടക്കും? ഒന്നുകിൽ ആത്മാവിൽ ആരാധിക്കണം, അല്ലെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കണം. രണ്ടും കൂടി നടക്കുകയല്ല. പൗലോസ് പറഞ്ഞു കേട്ടോ, ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ. ഇത് രണ്ടും ഒന്നിച്ച് നടക്കത്തില്ല. ഒന്നുകിൽ ഒരു വ്യക്തി ആത്മാവിൽ ആരാധിക്കും, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കും, ആശ്രയിക്കാതിരിക്കും. അല്ലെങ്കിൽ ആത്മാവായിട്ട് അവനൊരു ബന്ധവും കാണത്തില്ല. ബന്ധം ഉള്ളതുപോലെ തോന്നും, പക്ഷെ അവന്റെ കണക്ഷൻ ആരുമായിട്ടാ? ജഡമായിട്ടാ. പൗലോസ് പറയാ, അങ്ങനെ ജഡത്തിൽ ആശ്രയിക്കണമെങ്കിൽ എനിക്കതാകാമായിരുന്നു നേരത്തെ തന്നെ. എങ്ങനെ? വായിച്ചോ 4. പക്ഷെ എനിക്കും ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കേണ്ടി തോന്നിയാൽ എനിക്ക്. എടാ, നിനക്ക് നീ പറയുമ്പോൾ എനിക്ക് പറയാൻ അറിയാൻ മേലാത്തോണ്ടല്ല. വായിച്ചോ 5. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാനെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം. ക്രിസ്തു നിമിത്തം എന്ന് ചേർന്ന് പറഞ്ഞ്, ക്രിസ്തു നിമിത്തം എന്റെ അകത്ത് വസിക്കുന്ന ആത്മാവ് നിമിത്തം ഞാൻ മിണ്ടുന്നില്ല. കാരണം ഞാൻ മിണ്ടിയാൽ പേരുദോഷം എനിക്കല്ല, ഞാൻ മിണ്ടിയാൽ പേരുദോഷം എന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനാ. സ്തോത്രം. ദൈവമക്കളെ, ഈ കാലം ഒരു വല്ലാത്ത കാലമാണ് കേട്ടോ. നമുക്ക് ഈ ബൈബിളും കൊണ്ട് ഒരു വീട്ടിൽ കയറാൻ പറ്റാത്ത കാലമാണ്. നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ ചോദിക്കും, അവര് നിങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന ആൾക്കാരല്ലയോ? അവരുടെ ജീവിതം ഒന്ന് പേരുദോഷം ആർക്കായി? പരിശുദ്ധാത്മാ. ദൈവമക്കളെ, ഞാൻ തുകയോടെ പറയാം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പത്രോസ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ നിന്ന സഹിക്കേണ്ടി വന്നാൽ അത് ഭാഗ്യമായിട്ട് കണ്ടോണം. കാരണം മഹത്വത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിനകത്തെ പ്രൈം മിനിസ്റ്റർ വന്ന് ഉറങ്ങാന്നിരിക്കട്ടെ, ഫ്രണ്ടിൽ പിള്ളേർ കളിക്കാൻ വേണമെന്നിരിക്കട്ടെ, നമ്മളെന്ത് പറയും? മിണ്ടല്ലേ, ആരുറങ്ങുക? പ്രൈം മിനിസ്റ്റർ കളി മോശമായതുകൊണ്ടല്ല, അകത്താരോ ഉറങ്ങുന്നേ? പരിശുദ്ധാത്മാവ് പ്രൈം മിനിസ്റ്ററിനേക്കാൾ വലിയ ആളല്ലേ. ദൈവമക്കളെ, മിണ്ടരുത്. നമ്മുടെ വായിക്കൊണ്ട് അത് സ്കൂളിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ ആത്മാവിൻ്റെ സഹായം വേണോ? വായി കൊണ്ട് ദൈവഹിതമല്ലാത്തത് പറയരുത്. പറഞ്ഞാൽ ആര് ദുഃഖിക്കുന്നു? കാരണം ആളുകൾ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പള്ളു പറയും. അതുകൊണ്ട് ആത്മാവിനെ പിണക്കിയിട്ട് കയറിപ്പോകാം എന്നാരും വിചാരിക്കണ്ട. നിങ്ങളും ഞാനും ഒന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ഇനി നല്ല കാര്യം വന്നാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കെന്നറിയാവോ? അതും പരിശുദ്ധാത്മാവിനാ. ശ്രദ്ധിച്ച്, ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിനകത്ത് ഈ ജോസഫ് പറവോൻ കണ്ട ദർശനം വ്യാഖ്യാനിക്കുന്ന, സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു സീനുണ്ട്. ഇതെല്ലാം കഴിയുമ്പം ഈ പറവോൻ പറയുന്നൊരു കാര്യമുണ്ട്. ജനസിസ് ചാപ്റ്റർ 40:38. പറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ. എന്നാ നീ മിടുക്കനാന്ന് പറയണ്ടേ? നമ്മളാണെങ്കിൽ എന്ത് പറയും? മിടുക്കനാണ്, നീ ആരാ? പക്ഷെ ക്രെഡിറ്റ് പോയത് ആർക്കെന്നറിയാവോ? അതാണ് ദൈവമക്കളെ, നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന ആത്മാവിന് സന്തോഷമാണോ ഉണ്ടാകുന്നത്, അത് ദുഃഖമാണോ ഉണ്ടാകുന്നത്? ഇവിടെ ഈ ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പം ക്രെഡിറ്റ് പോകുന്ന ആർക്കാന്നറിയാമോ? ഇവിടെ പറവം പറയാം, ഒരു രാജ്യത്തിലെ രാജാവ് പറയാ, ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ പോലെ, ഇവനെ പോലെ വേറെ ആരെങ്കിലും കണ്ടുകിട്ടുമോ? ക്രെഡിറ്റ് പോയത് ആർക്കാന്നറിയാമോ? പരിശുദ്ധാത്മാവിനാണ്. ദൈവമക്കളെ, ആത്മാവിന്റെ സഹായം വേണോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ശുശ്രൂഷയോ പാസ്റ്ററോ വിശ്വാസിയോ ബിസിനസ്സുകാരനോ സ്റ്റുഡന്റോ ആരുമായിക്കൊള്ളട്ടെ, ആത്മാവിന്റെ സഹായം വേണോ? വേണമെങ്കിൽ ശ്രദ്ധിക്കുക. ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയായി 24 മണിക്കൂർ എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി കൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നതൊന്നും എൻ്റെ വായിൽ നിന്ന് വരരുത്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. 2, അപ്പോസ്തല പ്രവർത്തികൾ 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം വായിച്ചേ. അപ്പോൾ പത്രോസ് അനന്യാസെ, ഒന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, പരിശുദ്ധാത്മാവിനോട് എങ്ങനെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത്?
ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവ് ആരാന്ന് കഴിഞ്ഞ സൺഡേയിൽ ഞാൻ പറഞ്ഞു, കാര്യസ്ഥൻ അല്ലേ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാ? ഹെൽപ്പർ. അതാണ് ശരിക്കും മലയാളം. ഇംഗ്ലീഷ് ആരാ? സഹായകൻ അല്ലെങ്കിൽ തുണ നിൽക്കുന്ന ആള്. ഈ പരിശുദ്ധാത്മാവ് എന്തിനാ തുണ നിൽക്കുന്നത്? നമ്മൾ ബലഹീനരാണെന്ന് കർത്താവിന് അറിയാം. നമ്മൾ എത്ര കള്ളം പറയത്തില്ലെന്ന് വിചാരിച്ചാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അകത്തുനിന്നൊരു കള്ളം അത് വരുമ്പം പരിശുദ്ധാത്മാവ് നമ്മളെന്ത് ചെയ്യും? ഓർപ്പിക്കും, മോനെ നീ പറഞ്ഞ തെറ്റാണ്, അതിന് പരിഹാരം വരുത്തണം. എന്നിട്ട് സഹായകനാരാ? നമ്മുടെ പരിശുദ്ധാത്മാവ്. റോമാലേഖനം 8:26 വായിച്ചേ. റോമാലേഖനം 8:26 അല്ല, റോമർ 8:26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ. കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, ഹെൽപ്പർ, സഹായകൻ, തുണ. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്. അപ്പം ആത്മാവിന്റെ ജോലി എന്താ? നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആളാരാണ്? പരിശുദ്ധാത്മാവാണ്. ആ സപ്പോർട്ട് ചെയ്യുന്ന ആളോട് കള്ളം പറയരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കോടതിയുടെ മുമ്പിൽ പോയി, ജഡ്ജിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പം താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് വക്കീല്. അതുകൊണ്ട് വക്കീലിനോട് എന്ത് പറയരുത്? നമ്മുടെ നാട്ടു ഭാഷയുണ്ടല്ലോ, വക്കീലിനോടും ഡോക്ടറോടും. അത് തന്നെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. എങ്ങനെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നേ? അവിടെ ആ അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു സംഭവം എഴുതിയേക്കുവാണ്. അനന്യാസും സഫീറയും കൂടെ നിലം വിറ്റു. കുറേ പൈസ അവരെടുത്ത് ബാഗിൽ വെച്ചു. എന്നിട്ട് ബാക്കി പൈസ ചർച്ചിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതൊന്നും തെറ്റല്ല കേട്ടോ. തെറ്റെന്നറിയോ? ബാക്കി പൈസ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സ്ഥലം വിറ്റത് മുഴുവൻ ഉണ്ട്. വായിച്ചോ, 2-ാമത് വാക്യം വായിച്ചേ. 5:2. ഭാര്യയുടെ അറിവോടെ ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും അത് വിൽക്കും മുമ്പേ നിന്റേതല്ലേ? നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ നിനക്ക് അധികാരമില്ലേ? അടുത്തത് ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് പറഞ്ഞ എന്താണെന്നറിയാമോ? ദൈവസന്നിധി വരുമ്പം നമ്മൾ ഒരിക്കലും മുഖം മൂടി വെക്കരുത്. ഏതാ, ഞാൻ ഒരു ഉദാഹരണം പറയുവാണേ. ഞാൻ ആരാധനക്ക് വരുന്നതിന് മുന്നേ ഒരാളോട് 2 നല്ല പച്ച കള്ളം പറഞ്ഞിട്ടാ ചർച്ച വന്നത്. എന്താ പറഞ്ഞു? കള്ളം പറഞ്ഞു എന്ന് വെച്ചാൽ സാധാ കള്ളമല്ല, നല്ല 1-ാം തരം കള്ളം പറഞ്ഞിട്ട് ചർച്ച വന്നു. ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ജോലി എന്താ? പിതാവിന്റെ സന്നിധി നമ്മളെ നീതീകരിക്കുക അല്ലേ? നമ്മുടെ ഭാഗത്ത് സംസാരിക്കുന്ന ഹോളി സ്പിരിറ്റ്. അപ്പൊ ഹോളി സ്പിരിറ്റ് പറയും, കർത്താവേ, ഇവൻ 2 കള്ളം പറഞ്ഞിട്ടാ വന്നേക്കുന്നേ. പക്ഷെ ഇവൻ അറിയാലോ, ഇവൻ കയറി വരുന്നേ ഉള്ളൂ. ഇവൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? പക്ഷെ ഞാൻ ഇരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? നല്ല മുടുകനായിട്ട്. ഞാനാണ് ഈ ആഴ്ച ഈ ലോകത്ത് തന്നെ ഏറ്റവും വിശുദ്ധനായിട്ട്. എൻ്റെ ഇരിപ്പെങ്ങനാ? ഇയ്യോബിനേക്കാൾ നീതിമാനായി. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വാക്കിൽ ഞാൻ ആരാ? വ്യാജം കാണിച്ചു. കണ്ടോ, ഇവിടെ അവർ നിലത്ത് നിന്ന് കുറെ എടുത്തു വെച്ചു അല്ലേ? എടുത്തു വെച്ച് കള്ളത്തരം കാണിച്ച് പാസ്റ്ററുടെ മുന്നിൽ, പത്രോസിന് മുന്നിൽ വന്നപ്പം ഇവർ യാതൊരു തെറ്റും ചെയ്യാത്ത പോലെ. അപ്പൊ ആര് കള്ളനായി? നമ്മളോട് പിതാവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞേ? കർത്താവേ, ഇവൻ കുറച്ച് പൈസ നിലം വിറ്റാന്തി എടുത്തു വെച്ചിട്ടാ. ഈ റിപ്പോർട്ട് ആര് കൊടുത്തു? പരിശുദ്ധാത്മാവ് കൊടുത്തു അല്ലേ? പരിശുദ്ധാത്മാവ് കൊടുത്തു. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കറക്റ്റ് SMS അവിടെ പോവും. അപ്പൊ ഇവരെന്താ പറയുന്നറിയാവോ? പാസ്റ്റേ, മുഴുവൻ ഉണ്ട്. അപ്പൊ ആര് കള്ളനായി? പരിശുദ്ധാത്മാവ് കള്ളനായില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആരോട് കള്ളത്തരം കാണിച്ചു? പരിശുദ്ധാത്മാവിനോട് കള്ളത്തരം കാണിച്ചു. ഞാൻ സെമിനാരിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, പുള്ളി ജോലിയൊക്കെ കിട്ട് അങ്ങ് അയർലൻഡിന് പോയി. ജോലി കിട്ടും മീൻസ് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ അയർലൻഡിന് പോയി. അപ്പോൾ പുള്ളി നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു സഹോദരനുണ്ട്, അപ്പോൾ അവനത് ബൈക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചു യവനോട് പറഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിലിരിക്കുന്ന ബൈക്ക് എടുത്ത് എങ്ങനെയും പറഞ്ഞ് അവൻ്റെ കാല് പിടിച്ച് ഇയാൾക്കൊന്ന് കൊടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് പുള്ളി നാട്ടിൽ വരുന്നെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ നാട്ടിൽ വരുമ്പം നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് സംസാരിക്കണം. അപ്പം എൻ്റെ മനസ്സിലെ ചിന്ത യവനായിട്ട് ഇവൻ ബൈക്കില്ലാത്തവൻ്റെ വീട്ടിൽ പോയി ഇവൻ്റെ സാഹചര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് അവനോട് പറയണം. എന്താ പറയണം? എടാ അവൻ ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്, അപ്പോൾ നിൻ്റെ ബൈക്കിടെ വെറുതെ ഇരിക്കുമല്ലോ, ആ ബൈക്ക് എവിടെ കൊടുക്കണം. ഇത് പറയാനാണ് ഞാൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുള്ളി അയർലൻഡിൽ നിന്ന് വന്നു. അപ്പം ആലുവക്കടുത്ത് അത്താണിയാണ് ഞാൻ ഈ പറഞ്ഞ ആളുടെ വീട്. വളരെ പരിതാപമായിരിക്കുന്ന അവസ്ഥയിൽ താമസിക്കുന്ന ഒരു സഹോദരൻ. പുള്ളി സെമിനാരിൽ പഠിച്ചെങ്കിലും പുള്ളി അന്ന് ജോലിക്ക് പോവാം, മിനിസ്റ്ററിന് ചെയ്തിട്ട് പുള്ളി ജോലിക്ക് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ ഇവന് മനസ്സിലായി, ഇവന് കല്യാണം കഴിച്ച കാര്യം, അയർലൻഡിൽ പോയ കാര്യമൊക്കെ പുള്ളി അറിഞ്ഞു. അപ്പോൾ കുറക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിനെ തകർക്കും മാറി. ഇവനങ്ങ് ബോംബ് പൊട്ടിക്കുക. എന്താണെന്നറിയോ? എടാ ഈ വീടൊക്കെ ഒന്ന് മാറി എല്ലാം റെഡിയായി വരുക, ഒരു കാറും ഒക്കെ മേടിച്ച് ഇങ്ങനെ റെഡിയാക്കണമെന്നെങ്കിൽ ആഗ്രഹമുണ്ട്. അപ്പം ഇവൻ്റെ സംസാരം കേട്ടോണ്ടല്ലോ ഏതാണ്ട് ഒരു 1.5 മാസത്തിനകത്ത് ഇവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇവൻ്റെ സംസാരം കേട്ടാൽ ഒരു മനുഷ്യൻ ലോകത്തിൽ 5 പൈസ പോലും ഇവന് കൊടുക്കുകയില്ല. പക്ഷെ ഞാനിവനെ അവതരിപ്പിച്ച എങ്ങനെയാണെന്നറിയാവോ? ഇവൻ്റെ ഒരു മനുഷ്യൻ്റെ ഈഗോ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ തെറ്റ് പറയുന്നൊന്നുമല്ല. ദൈവമക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച്, എനിക്ക് ബൈക്ക് കൊടുക്കുന്ന ഇനി പുള്ളിയുടെ മിണ്ടാൻ പറ്റുമോ? ഇവിടെ ഇവൻ കാറും കടിക്കായിരിക്കുന്ന ഇവന് ഇനി എന്തിനാ ബൈക്ക്? എടാ ഇതെല്ലാം വിളിച്ച് ഇതൊക്കെ പോയിട്ട് കളയാൻ പോയത് കുറേ നാളായില്ലയോ എന്നുവെച്ചാൽ ഇവനങ്ങ് തള്ളി അങ്ങ് മറിക്കുക. ശ്രദ്ധിച്ച്, ഇവിടെ ഹോളി സ്പിരിറ്റ് ഒരു മെസ്സേജ് അയച്ചു കർത്താവിന്, ഇവൻ വ്യാജം കാണിച്ചെന്ന്. പക്ഷേ അനന്യാസ് എന്ത് ചെയ്യുന്നില്ല? ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധാത്മ വ്യാജം നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും എല്ലാവരും ഒരുപോലെ ഒരു കാര്യം ഓർത്തോണം. നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതുപോലെ വേണം ദൈവസന്നിധി വരാൻ. ഒരു മാസ്ക് നമ്മൾ വെക്കരുത്. കർത്താവേ തെറ്റിപ്പോയി, ബൈബിൾ വായിച്ചില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ വരുന്നതാണ് കർത്താവിന് ഇഷ്ടം. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഇവിടെ വന്നാൽ പരിശുദ്ധാത്മാവ് പറയും, കർത്താവേ ഇവന് ഒരാഴ്ച. കർത്താവ് ഇത് അറിയാത്ത ആളാണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കള്ളം പറഞ്ഞതോ നമ്മൾ തെറ്റ് കാണിച്ചതോ അറിയാത്ത ആളാണോ പരിശുദ്ധാത്മാവ്? അറിയാത്ത ആളാണോ ദൈവം? ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നാം വരുന്നത് നമ്മൾ ചെയ്ത തെറ്റ് അറിയാത്ത ഒരാളിന്റെ മുമ്പിലല്ല, നമ്മുടെ സകല ഹൃദയ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം വരുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എടുത്ത് മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം അതിന്റെ 21 മുതൽ. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ മത്തായി 26-ന്റെ 21 മുതൽ. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ യേശു അന്ത്യത്താഴത്തിന് ഇരിക്കുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അന്ത്യത്താഴിരിക്കുക. അപ്പൊ യേശു പറയാ, നിങ്ങളിൽ ഒരുവൻ എന്നെ. അപ്പൊ എല്ലാവരും ചോദിക്കുക, കർത്താവേ ഞാനാണോ? ഈ 12 പേരെ നടുക്ക് ഒരു മുഖം മൂടിയും വെച്ചോരത്തിന് ഇരിപ്പുണ്ട്. ആർക്കും അറിയില്ല. എന്നോട് ഉണ്ടോ നിങ്ങൾ? മുഖം മൂടിയും വെച്ച 12-ൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ചോദിക്കുക ഞാനാണോ എന്ന്. ഇനി അതിൻ്റെ 25-ാമത് വാക്യം വായിച്ചേ. വല്ലതും മനസ്സിലായോ? ഇവൻ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായോ? ഇനി പറഞ്ഞു വന്ന് ഞാനാണെന്ന് വല്ലതും കർത്താവേ നീ എന്നോടുണ്ടോ? നിങ്ങൾ ആർക്കും പിടികൊടുക്കാത്തൊരുത്തൻ. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു മാസ്കും പാടില്ല. എങ്ങനെയാണോ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ വാ. അതാ കർത്താവിന് ഇഷ്ടം. അല്ലാത്ത വെച്ചുകെട്ട് വേണ്ട. ദൈവമക്കളെ, ബാക്കി എല്ലാ പാപത്തിൽ നിന്ന് വിടിവിക്കാൻ ദൈവത്തിന് പറ്റും. പക്ഷെ മാസ്ക് വെച്ച ഒരുത്തനെ വിടിവിക്കാൻ കർത്താവിന് പോലും പറ്റിയില്ല. സ്തോത്രം. ഓർക്കണം, യൂദ ചോദിക്കുക, ഇനിയിപ്പം കർത്താവെ പറഞ്ഞു വന്ന് ഞാൻ വല്ലതുമാണെന്ന് നീ. എന്നിട്ടും അവൻ അനങ്ങിയില്ല. അപ്പൊ യേശു എന്താ പറഞ്ഞേ? ഈ ശബ്ദമല്ലേ ദാവീദും കേട്ടത്? അല്ലേ? ദാവീദ് പാപം ചെയ്ത് എല്ലാം ചെയ്ത് നാഥാം പ്രവാചകനെ ദൂത് പറഞ്ഞപ്പം ദാവീദ് പറയുക, ആരാണവൻ ചോദിച്ചപ്പം നീ തന്നെ. രണ്ടുപേരും കേട്ട ഒരു ശബ്ദമല്ലേ? അല്ലേ? ഇതേ ശബ്ദമല്ലേ ദാവീദും കേട്ടത്? പക്ഷേ ഒരുത്തൻ സമർപ്പിച്ചു. ആ നീ തന്നെ എന്ന് പറയുമ്പം ദാവീദിന്റെ ഒരു കരച്ചിലുണ്ട്. അതാണ് 51-ാമത്തെ സങ്കീർത്തനം. എടുത്തോ, വേണമെങ്കിലും എടുത്ത് വായിച്ചോ. 51-ാം സംഘം. നിങ്ങളെല്ലാം ആ സങ്കീർത്തനം എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന്റെ ഹെഡിങ് മുതലൊന്ന് വായിച്ചോ. സംഗീത പ്രമാണിക്ക്
ദാവീദിന്റെ സങ്കീർത്തനം. വ്യഭിചാരം ചെയ്തു. അതിനുശേഷം നാഥാം പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. കണ്ടോ, പുള്ളിക്ക് അറിയുക, ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അടുത്തത്, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. അടുത്തത്, എന്റെ ലംഘനങ്ങളെ. ദൈവമക്കളെ, നമ്മൾ ഒന്നും അറിയാത്ത ദൈവത്തിന് മുമ്പിലല്ല ഇരിക്കുന്നത്. നമ്മൾ എന്താണോ അങ്ങനെ നമ്മളെ ദൈവത്തിന് അറിയാം. ദാവീദ് പറഞ്ഞു കേട്ടോ, കർത്താവേ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും. ദൈവമക്കളെ, ആ പാപം മറച്ചു വെച്ചിട്ട് നിങ്ങളോ ഞാനോ ദൈവസന്നിധി വരരുത്. അത് ദൈവത്തിന് പ്രസാദമല്ല. അടുത്തത്, നിന്നോട് തന്നെ പാപം ചെയ്ത്. അടുത്തത് 7ാമത് വാക്യം, ഞാൻ നിർമ്മലനാകേണ്ടതിന്. കർത്താവേ, ദാവീദ് എന്റെ അടുത്തോട്ട് നാഥാം പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ദാവീദേ ആ മനുഷ്യൻ നീ തന്നെയാണ്. ഈ ശബ്ദമല്ലേ യൂദയും കേട്ടത്? ഇതേ ദൂത് തന്നെയല്ലേ യൂദയും കേട്ടത്? പക്ഷേ വെളിപ്പെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു മഹാരാജാവ് നെടുമ്പാട് വീണ് കരയുന്നു. കർത്താവേ, ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. അടുത്ത വാക്യം, ഞാൻ ഹിമത്തെക്കാൾ വിളിക്കേണ്ടതിന്. വല്ലതും മനസ്സിലായ? കർത്താവേ, ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും എന്നെ ഹിമത്തെക്കാൾ വെളുപ്പിക്കാൻ നിന്റെ രക്തത്തിന് കഴിയും. ദൈവമക്കളെ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മാനസികാവസ്ഥ, പ്രാർത്ഥിച്ചില്ല, വഴക്കടിച്ചോ, സാരമില്ല, നിങ്ങൾ ആ മനസ്സുടെ ദൈവസന്നിധിയിലേക്ക് വാ. എന്നിട്ട് കർത്താവേ തെറ്റിപ്പോയി കേട്ടോ, ഞാൻ വീണുപോയി. ദൈവമക്കളെ, നമുക്കൊരു സഹായകനുണ്ട്. അതല്ലേ പാട്ടുകാരൻ പാടിയത്, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുള്ള. ഒന്ന് ചേർന്ന് പാടിക്കേ, ഓഹോ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. നമ്മൾ പറയുന്നതിന് മുമ്പേ നമ്മുടെ MRI റിസൾട്ട് അങ്ങോട്ട് അയച്ചിട്ടാ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ വരുന്നേ. യേശു ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരിക്കൽ ഒരു ചുങ്കക്കാരനും ഒരു പാപിയും പ്രാർത്ഥിക്കാൻ പോയി. ലൂക്കോസ് ചാപ്റ്റർ 18-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ വായിച്ചേ. ഇത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ വായിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ 14-ാമത് വാക്യം വരെ. അതിന് യേശു അല്ല, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. തന്നോട് തന്നെ അടുത്തത് കണ്ടോ, പുള്ള പ്രാർത്ഥന നമ്പർ 1 പ്രാർത്ഥന അല്ലേ? എന്താ കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ശ്രേഷ്ഠകരമായി കർത്താവിനെ പരിപാലിച്ചു, അത്യാവശ്യം തരക്കേടില്ലാതെ ജീവിപ്പാനും കർത്താവ് എന്നെ സഹായിച്ചു. കണ്ടോ, പ്രാർത്ഥന വല്ല കുഴപ്പമുണ്ടോ? പ്രാർത്ഥന കേട്ടാൽ നല്ല നമ്പർ 1 ആത്മീയൻ അല്ലേ? അടുത്തത്, ചുങ്കക്കാരനെ ദൂരത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഉണ്ടോ, എല്ലാവരും ആത്മീയൻ എന്ന് പറഞ്ഞവൻ തകർക്കപ്പെട്ടവനായി വീട്ടിലോട്ട് പോയി. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം, ഈ സ്പിരിച്വാലിറ്റിയുടെ മുഖം മൂടി ആര് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് കീറിപ്പോവും. നാട്ടുകാർക്കത് മനസ്സിലാവും, ഇതായിരുന്നവൻ. ഒരു കാരണവശാലും നമ്മൾ ആ ആത്മീയതയുടെ മുഖം, നമ്മൾ എന്താണോ അങ്ങനെ ദൈവസന്നിധി വരുന്നതാണ് ദൈവത്തിന് താല്പര്യം. അതിനെ 14-ാമത് വാക്യം, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലോട്ട് പോയി. മറ്റവൻ അങ്ങനെയല്ല. അടുത്തത്, തന്നെത്താൻ ഉയർത്തുന്നവൻ കുറച്ചു പേരെന്നല്ല, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ. ദൈവങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന ആളാണ്. 1, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചുകൊണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത് വ്യാമോഹം മാത്രമാണ്. 3-ാമത്തത്, ആത്മാവിനെ നിന്ദിക്കരുത്. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും.
ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. അടുത്തത് ആ ആ ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. രണ്ട്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. മൂന്ന്, പരിശുദ്ധാത്മാവിനെ ദുഷിക്കരുത്, നിന്ദിക്കരുത്. എന്താണ് യേശു അത് പറഞ്ഞതിന്റെ പശ്ചാത്തലം? എന്താണ്? എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? അതിനെ മേല് മുതൽ വായിക്കണം. അതായത് 24-ാമത് വാക്യം മുതൽ വായിക്കണം. അത് കേട്ടിട്ട് പരീശന്മാർ ഇത്രേ ഉള്ളൂ. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്ന കാര്യം പറഞ്ഞ് ഭൂതത്തെ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ ഇവര് പറയുക, ഈ പുള്ളി ഇത് ദൈവാത്മാവൊന്നുമല്ല, പിന്നെ ഇതാരാ? ഭൂതത്തെ കൊണ്ടാ പുള്ളി ഭൂതത്തെ പുറത്താക്കിയത്. ദൈവമക്കളെ, ആ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ ഡിഫെൻഡ് ചെയ്യുന്ന ഏത് മനുഷ്യനും പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തുള്ള എല്ലാ ശുശ്രൂഷകളും എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ലോകത്തുള്ള എല്ലാ ആത്മാവിനെ ശുശ്രൂഷ ഒരാൾക്ക് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാര്യം ഞാൻ മനുഷ്യനായതുകൊണ്ട് എൻ്റെ എല്ലാ കുഴപ്പവും ഉണ്ടാവും. പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സൈലന്റ്, മിണ്ടരുത്. പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആത്മസാന്നിധ്യത്തിൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയെയും നമ്മളെ നിന്ദിക്കരുത്. ഇവിടെ യേശു പറഞ്ഞത് കേട്ടോ, അവർ പറയുക. എന്നിട്ട് 27-ാമത് വാക്യം വായിച്ചേ. 27, ഞാൻ ബയോൽസബലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അടുത്തത് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവാത്മാവിലാണ്. പക്ഷേ ദൈവാത്മാവിനെ ഞാനൊരു കാര്യം ചെയ്യുമ്പം അത് ദൈവാത്മാവല്ലെന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടാത്ത തെറ്റാണ് അത് എന്ന് ദൈവജനം മനസ്സിലാക്കുക. എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നത്? എങ്ങനെയാണ് നിന്ദിക്കുന്നത്? കൊഞ്ഞനം കുത്തി കാണിക്കുന്നതല്ല. പരിശുദ്ധാത്മ നിയോഗത്തോടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിന്ദിക്കാൻ പാടില്ല. നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഒരു കുഴപ്പമില്ല. ലോകത്തോടെ എല്ലാ ശുശ്രൂഷയും ഒരാൾക്കും മനസ്സിലായില്ല. എനിക്കും. ഞാൻ ചെന്നൈക്കടുത്ത് എസക്കൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. ചിലർ ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ കൂടാൻ പോയിട്ട് 5 ദിവസം ഒരു കോൺഫറൻസിന്. അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. ഞാൻ ജോനോട് അത് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മക്കൾ നമുക്ക് വിലപ്പെട്ടതല്ലേ? അല്ലേ? കർത്താവിൻ്റെ ആത്മാവിനാൽ വഹിക്കപ്പെടുന്ന ഏത് മനുഷ്യനും കർത്താവിനും വിലപ്പെട്ടതാണ്. കർത്താവ് അത് എത്ര ഗൗരവമായിട്ടാണ് കാണുന്നതെന്നറിയാമോ? യേശു പറഞ്ഞത് കേട്ടോ, വരുവാനുള്ളതിലും ഈ ലോകത്തിലും ക്ഷമിക്കയില്ല. ഇനി 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ചവനോട് മൊട്ടത്തലയാ കയറിവ ദൈവമക്കളെ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല, പേടിക്കണ്ട. കരടിയും വരാൻ പോകുന്നില്ല, സിംഹവും വരാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉടന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ, അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ കർത്താവ് എത്ര ഗൗരവമായിട്ട് കാണുന്നത്. അത് മാത്രം എന്ന് മനസ്സിലാക്കിയാൽ മതി. ശിഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ കാലത്ത് സിംഹമൊന്നും വരാൻ പോകുന്നില്ല. ഏത് ഭാഷയ്ക്കെതിരെ പറഞ്ഞാലും ഒന്നും വിശ്വാസിക്കെതിരെ പറഞ്ഞാലും സിംഹം വരാൻ പോകുന്നില്ല. ഒന്നും പേടിക്കണ്ട. ന്യൂട്രിഷൻ്റെ ശുശ്രൂഷ സിസ്റ്റം അതല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ദൈവം എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ 1, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. 3, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന ഒരു പരിപാടി നമ്മുടെ വായി കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്യരുത്. ചെയ്താൽ ആത്മാവിൻ്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളിലേക്കും എല്ലാ ശക്തിയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ സഹായമില്ലാതെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 100% ഉറപ്പ്. അപ്പോൾ അയാളെ ഇണക്കി നിർത്തേണ്ടത് നമ്മുടെ കൂടെ ചുമതലയല്ലേ?
അതെ, ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. 3, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. 4, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. നമുക്ക് നിർത്താം അത് വായിച്ച്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. വാക്യം 19, ആത്മാവിനെ ഒന്ന് ചേർന്ന് പറഞ്ഞ ആത്മാവിനെ കെടുക്കരുത്. അതിൻ്റെ ഗ്രീക്കിലെ അർത്ഥം ഇതാണ്: ആത്മാവിനെ സെറ്റാക്കി കളയരുതെന്ന, അല്ലെങ്കിൽ നിർവീര്യമാക്കി കളയരുതെന്നാണ്. സ്തോത്രം. സ്റ്റിറപ്പ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന്. എന്തുവാ? നമ്മുടെ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നെന്നിരിക്കട്ടെ. ഗസ്റ്റ് വന്ന് പുള്ളി യാത്ര ചെയ്താൽ വന്നെന്നിരിക്കട്ടെ. നമ്മൾ അപ്പടെ വീട്ടിൽ ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പേരേ ഉള്ളൂ. ഒരാൾ ഫോൺ ചെയ്യാൻ പോയി, ഒരാൾ കിച്ചണിലോട്ടും പോയി. ഈ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നയാൾ ആരോടും മിണ്ടാനില്ലാതെ കുറച്ച് കഴിയുമ്പം പുള്ളി പക്ഷെ കൂടെ നടക്കുന്ന ആളെ ചാടിച്ച് നിർത്തണം. ആത്മാവിനെ കെടുക്കരുത്. അടുത്തത് ശ്രദ്ധിച്ചേ. അപ്പൊ ആത്മാവിനെ എന്ത് ചെയ്യണം? ദൈവങ്ങളെ, നിങ്ങളുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവോട് സംസാരിച്ചിട്ടുണ്ടോ? 4 കാര്യം പറഞ്ഞ് നമ്മൾ നിർത്തുക. 1, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെ? സംസാരത്തിലൂടെ. 2, പരിശുദ്ധാത്മാവിനെതിരെ എങ്ങനെ? നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ദൈവസന്നിധിയിൽ വരണം. 3, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. ഒരാത്മീയ ശുശ്രൂഷയെ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട, അംഗീകരിക്കണ്ട. പക്ഷെ അതിനെതിരെ പറയുന്നത് ആത്മാവിനെ നിന്ദിക്കുന്നതാണ്. 4, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, നിർവീര്യമാക്കരുത്. കൂടെ നടക്കുന്ന ആളോട് ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കണം. അതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. ഒരു വാക്യം വായിച്ച് നിർത്താം. ലൂക്കോസിന് സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 25, 26 and 27. യെരുശലേമിൽ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. അടുത്തത്, കാണും മുമ്പേ അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ. അടുത്തത്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ആക്റ്റീവാക്കി നിർത്താവോ? നമ്മൾ കേട്ട എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ കൈ വരും. ബൈബിൾ അടച്ചോ. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെ എല്ലാ ഉയർച്ചയിലേക്കും ആത്മീയവും, നിങ്ങൾ വിചാരിക്കും പരിശുദ്ധാത്മ പ്രസംഗിക്കാൻ മാത്രമാണ്. അല്ല. നിങ്ങളുടെ ഏത് കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെ സക്സസ്സിലോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവോട് സഹകരിക്കാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ കൂടെ നടക്കുന്ന 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ കൂടെ നടക്കുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത സുഹൃത്തും സഹായിയുമാണ് പരിശുദ്ധാത്മാവ്. പ്രത്യേകിച്ച് ദൈവമക്കളോട് പറയാനുള്ളത്, 1-ാമത്തെ തെറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. ഈ ആത്മാവുമായിട്ടുള്ള ബന്ധം ഒരു താൽക്കാലിക ബന്ധമല്ല. ആത്മാവായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉള്ളതാണ്. ഇന്നു മുതൽ ഈ ദൂത് കേൾക്കുന്ന ദൈവവേദലേ, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാനറിയാതെ എൻ്റെ കൂടെ ഒരാത്മാവ് നടക്കുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പറയണം, പരിശുദ്ധാത്മാവേ, ഞാനല്ല, നമ്മൾ ഒന്നിച്ചാ പോകുന്നത്. ആ കാര്യം സക്സസ് ആയി മാറും. ഇത് ഞാൻ ഉറപ്പിച്ച് എൻ്റെ ജീവിതത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. നമ്മളല്ല ചെയ്യുന്നത്, ആത്മാവാണ് ചെയ്യുന്നത്. യേശു പറഞ്ഞത് കേട്ടോ, നിങ്ങൾ ന്യായാധിപന്മാരുടെ മുന്നിൽ നിൽക്കുമ്പം എന്ത് പറയും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ അവിടെ നിൽക്കുമ്പം എന്ത് പറയണമെന്ന് ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. 1 മിനിറ്റ് നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കാം.